ഇനി ആരും ഞങ്ങളെ തൊടാൻ വേണ്ടി വരത്തില്ല. നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിറങ്ങും, ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റും കൂടെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇറങ്ങും. ഡബിൾ പഞ്ച് ഔട്ട് എക്സ് സെൻ നീ. അവിടെയുള്ള ഡോക്ടേഴ്സിന് വരെ ഇവരുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കാണണം. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോളേജിലേക്ക് ഓടിക്കറിയാൽ മതി. അവർ മാത്രം എന്നെ ഉപദ്രവിക്കായിരുന്നു. സാർ ഈ ഫീ പോലും വാങ്ങാതെയാണ് ചെയർമാൻ സാർ ഞങ്ങൾക്ക് ഈ കോഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് യൂണിഫോം പോലും സാറിന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചു തരിക ചെയ്തേക്കുന്നത്. സെന്റ് മേരീസിലെ കുട്ടികളെല്ലാം സ്ട്രോങ് ആണ്. ഹായ് നമസ്കാരം. നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലാണ്. അന്യ സംസ്ഥാനത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളും രക്ഷിതാക്കളും തീർച്ചയായും കാണേണ്ട ഒരു വീട് തന്നെയാണിത്. ഈ ഒരു കോളേജിൽ നഴ്സിംഗ് പഠിച്ചാൽ രോഗിയുടെ മാത്രമല്ല സ്വന്തം തടിയും രക്ഷിക്കാം. ചെങ്കോട്ടയിലെ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജിലെ ചെയർമാന് തോന്നിയ ഒരു ആശയമാണിത്. പഠനത്തോടൊപ്പം കരാട്ടയും പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൂടുതൽ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാണാം. ഹാൻഡ് സ്ട്രൈറ്റ്, ലെഫ്റ്റ് ഹാൻഡ്, മിഡിൽ പഞ്ച്, എക്സ് നീ സെൻ ഷീ ഗോ. നമസ്കാരം. 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 എന്താണ് ഇങ്ങനെ ഒരു ആശയത്തിന്? നമ്മൾ ഭൂമിയിലെ മാലാഖമാരാണ് നേഴ്സന്മാർ. പക്ഷേ സെൻറ്റ് മേരീസിൽ പഠിച്ചിറങ്ങുന്ന ഓരോ നേഴ്സന്മാരും കാവൽ മാലാഖമാരോടെയാണ്. കാരണം അവർ ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും, ഇപ്പോൾ ഇവർ പഠിച്ചിറങ്ങിയിട്ട് എന്തായാലും എബ്രോഡ് ജോലിക്ക് പോകുന്നവരുണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിലുള്ള പല ക്ലിനിക്കുകളിൽ, റൂറൽ ഏരിയകളിലൊക്കെ ജോലിക്ക് പോകുമ്പം അവർക്ക് വളരെ കോൺഫിഡൻസോട് കൂടി അവർക്ക് ജോലി ചെയ്യാൻ, നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും ഡേ ഡ്യൂട്ടി ആണെങ്കിലും അവിടെയുള്ള ഡോക്ടേഴ്സിന് വരെ ഇവരുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കാണണം. കരോട്ടെ പോലുള്ള ഒരു ആയുധകല പരിശീലിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ഒരു 1 hour ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടക്കാറുണ്ട്. അതേപോലെ തന്നെ അവർക്കൊരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു വ്യായാമം, അത് വളരെയധികം അവർക്ക് പഠിത്തത്തിലാണെങ്കിലും അവർക്കൊരു കോൺസെൻട്രേഷൻ ലഭിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളത് ഈ ഒരു കലയോടുകൂടി തന്നെ അവർക്ക് കിട്ടാറുണ്ട്. മെയിനായിട്ട് ഇവർ ഇപ്പം ഗൾഫിലോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലൊക്കെ ഈ റൂറൽ ഏരിയയിലൊക്കെയാണ് പല ക്ലിനിക്കുകളുള്ളത്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. നമുക്ക് ഈ ഒരു കരോട്ടെ പോലുള്ളൊരു ആയോധന കല നമ്മൾ പരിശീലിക്കുന്നുണ്ട്. അവർക്ക് വളരെ നന്നായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അവർക്ക് ഏത് രാത്രിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഒരു സഡൻ നിമിഷത്തിൽ തന്നെ അവർക്ക് പെട്ടെന്നുള്ള പ്രതികരണ ശേഷി ഉണ്ടാകും. പറ്റാത്തത് നമ്മൾ പാനിക്കായിപ്പോവും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ കോളേജിൽ നിന്നല്ല, എല്ലാ കോളേജുകളിലും ഇത് ഈ ഒരു രീതിയിൽ തന്നെ എന്തെങ്കിലും അവർക്ക് കരോട്ടയോ അല്ലെങ്കിൽ കുംഫോ അങ്ങനെയുള്ള എന്തെങ്കിലും കളരിപ്പയറ്റ് ഒരുപാട് ആയോധനകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ വളരെയധികം നല്ല രീതിയിൽ ഒരു സക്സസ് ആകുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. ഇപ്പോൾ അവർക്ക് ഒരു ബെൽറ്റ് കഴിഞ്ഞു, അടുത്ത ഒരു ബെൽറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും അവർ 4th year കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പം അവർ ബ്ലാക്ക് ബെൽറ്റായിട്ട് ഇറങ്ങിയിരിക്കണം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു നഴ്സിംഗ് കോളേജിൽ കരാട്ടെ ആരംഭിക്കുന്നത്. നമ്മുടെ BSc നഴ്സിംഗ് കുട്ടികൾക്ക് വേണ്ടിയാണ് കരാട്ടെ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സെൻറ്റ് മേരീസിലെ ചെയർമാനായ അഡ്വക്കേറ്റ് PV ബിനു ഇതിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു ആശയമാണ് ഇവിടെ കരാട്ടെ പഠിപ്പിക്കാൻ വന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ ഒരു ഡോക്ടറിന് തലേന്ന് സംഭവിച്ച ആക്രമണകാരികളാൽ ഡ്യൂട്ടിക്കിടയിൽ സംഭവിച്ച ഒരു കൊലപാതകമാണ് ചെയർമാൻ്റെ മനസ്സിൽ ഒരു ആശയം വന്നത്. ആ ആശയത്തിലാണ് ഇവിടെ കരാട്ടെ ആരംഭിച്ചത്. കുട്ടികൾ വലിയ താല്പര്യമാണ്. ഇവിടെ കുട്ടികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇൻട്രസ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ മുഴുവൻ. അത്ര വലിയ താല്പര്യമാണ്. ഇപ്പോൾ കുട്ടികൾ തലേന്ന് എന്നെ വിളിച്ചു ചോദിക്കും, മാസ്റ്ററെ വരുന്നില്ലയോ? അത്രയ്ക്ക് വലിയ താല്പര്യത്തോടെയാണ് കുട്ടികൾ നിൽക്കുന്നത്. ഞാൻ വരുന്നതിന് മുമ്പേ കുട്ടികൾ ക്ലാസ്സിൽ ഫുള്ളാണ്, എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് എപ്പോഴും. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ സെൻറ്റ് മേരീസ് സ്കൂൾ ഓഫ് നേഴ്സിംഗിലെ 2nd year നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഇന്ന് ഞങ്ങൾക്ക് കരാട്ടെ ടെസ്റ്റ് കഴിഞ്ഞ് യെല്ലോ ബെൽറ്റിലോട്ട് കയറിയതാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഇവിടെ തന്നത് ഞങ്ങളുടെ ചെയർമാൻ സാറാണ്. തികച്ചും ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് എന്നുള്ളൊരു നിലയിൽ ഞങ്ങൾക്കിത് അത്യാവശ്യമായിട്ട് വേണ്ടുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ലോകത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അതേപോലത്തെയാണ്. സോ ഞങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്ന ചെയർമാൻ സാറിനോടും അതേപോലെ തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഷൈൻ സാറിനോടുമുള്ള ഒരുപാട് നന്ദിയും കടപ്പാടും എനിക്ക് ഈ അവസരത്തിൽ പറയണമെന്നുണ്ട്. ഞങ്ങൾ കരാട്ട പകുതി എന്താ പറയുക, പഠിച്ച് കഴിഞ്ഞെന്ന് വരെ ഞങ്ങൾക്ക് തോന്നി പോകുന്നുണ്ട്. കാരണം ഞങ്ങളെ ഇത്രയും പഠിപ്പിച്ച് ഞങ്ങളിവിടം വരെ എത്തിച്ചു. ഇനി യെല്ലോ ബെൽറ്റ്, ഓറഞ്ച് ബെൽറ്റ്, അങ്ങനെ പല ബെൽറ്റിലോട്ട് ഞങ്ങൾ 4 വർഷം ഇറങ്ങുമ്പോൾ ഞങ്ങളൊരു കരാട്ട സ്റ്റുഡൻ്റായിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങും. ഇനി ആരും ഞങ്ങളെ തൊടാൻ വേണ്ടി വരത്തില്ല. നൈറ്റ് ഷിഫ്റ്റൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് ചിലർക്ക് പേടിയാണ്. ആ പേടി മാറ്റാൻ വേണ്ടി ചെയർമാൻ കണ്ടുപിടിച്ചതായിരിക്കും. നമ്മളെവിടെ വേണോ നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് വേണ്ടി പോവാം. അത്രയ്ക്ക് ധൈര്യമുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ, വീട്ടിൽ നിന്ന് ഇവിടെ വരാൻ നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് വരാം. വീട്ടുകാർ വരേണ്ട ആവശ്യമില്ലല്ലോ. ഈ കരാട്ടെ പഠിച്ചിട്ട് നല്ലതല്ലേ, ആരും നമ്മൾ തൊടത്തില്ല.
ഞങ്ങളിപ്പം പഠിക്കാനായിട്ട് നഴ്സിംഗ് പഠിക്കാനായിട്ട് നാട്ടിൽ നിന്ന് ഞങ്ങളിപ്പം വേറൊരു സ്ഥലത്തോട്ടാണ് വന്നേക്കുന്നത്. അപ്പോഴത്തേക്കും ആ സമയത്ത് വീട്ടുകാർക്കുള്ളിൽ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും കുട്ടികൾ സേഫ് ആയിരിക്കുമോ, തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴത്തേക്കൊക്കെ അവരുടെ സേഫ്റ്റിയെ പറ്റി ഒരുപാട് ആകുലതകൾ നമ്മുടെ പാരൻസിനുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്, ചെയർമാൻ സാർ പറഞ്ഞു ഞങ്ങൾക്ക് നഴ്സിങ്ങിൻ്റെ കൂടെ തന്നെ കരാട്ടയും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് സാർ ഈ ഫീ പോലും വാങ്ങാതെയാണ് ചെയർമാൻ സാർ ഞങ്ങൾക്ക് ഈ കോഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് യൂണിഫോം പോലും സാറിൻ്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചു തരിക ചെയ്തേക്കുന്നത്. അപ്പോൾ സാർ അത്രയ്ക്ക് കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് കരാട്ടെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ ഉപദ്രവിക്കാൻ വരുവാണെങ്കിൽ അയാളെ തീർച്ചയായിട്ടും അയാൾക്കെതിരെ തിരികെ പ്രതികരിക്കാനുള്ളൊരു ശക്തി അല്ലെങ്കിൽ ഒരു കഴിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു നോട്ടം കൊണ്ടായാൽ പോലും ഞങ്ങൾ അയാളെ പേടിപ്പിച്ച് വീഴ്ത്തിയിരിക്കും. ഉറപ്പാ. നഴ്സുമാർക്കും ഡോക്ടർമാർക്കും പൊതുവെ ഈ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന മിക്കവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഏത് തരം രോഗിയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു കരാട്ടെ ക്ലാസ് തരുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ട് മുന്നോട്ട് പോകാനുള്ള.